ചന്ദ്രയാൻ 3 ഇന്ന് മൂണിൽ സക്സസ്ഫുള്ളി ലാൻഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. ചില സ്റ്റോക്കുകളുടെ വാല്യൂ സ്കൈ റോക്കറ്റ് ആകാനായിട്ട് പോവുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ അധികം കമ്പനികൾ ഇസ്രോയുടെ ഇല്ലെങ്കിൽ ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ടുകളിൽ ലാസ്റ്റ് 3 ഡെക്കേഡ്സുകളായിട്ട് കുറെ അധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ എന്ന് പറയുന്നത് ലാസ്റ്റ് ടർബോ, MTAR ഇലക്ട്രോണിക്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഗോദ്രേജ് ഇലക്ട്രോണിക്സ് ആൻഡ് കുറെ അധികം ഉണ്ട്. ഇൻഫാക്ട് ഇന്ന് തന്നെ ചന്ദ്രയാൻ 3 മൂണിൽ സക്സസ്ഫുള്ളി ലാൻഡ് ആയ ടൈമിൽ തന്നെ ചില സ്റ്റോക്സുകൾ 4 to 14% വരെ ഇൻക്രീസ് ആയിട്ടുണ്ട്. എന്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഈ സർട്ടൻ സ്റ്റോക്സുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ ഒരു എൻറ്റയർ ഇൻഡസ്ട്രിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ സൂപ്പർ പവർ ആയി കഴിഞ്ഞിരിക്കുന്നു സ്പേസ് പ്രോഗ്രാംസിൽ ഈ ഒരു ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന ഒരു പ്രൊജക്ടിലൂടെ. അതുകൊണ്ട് തന്നെ ഫോറിൻ കൺട്രീസിൽ നിന്ന് കുറെ അധികം ബിസിനസ് ഇന്ത്യയിലോട്ട് വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സെക്ടേഴ്സിലുള്ള കമ്പനികൾക്കെല്ലാം തന്നെ ഗ്രോത്ത് വരാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നുന്നത്? ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് പ്ലീസ് ആൻഡ് ലെറ്റ്സ് ഇവോൾവ് ടുഗദർ.